ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ എക്സാം ഇത് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അടിപൊളിയായി ഓരോ എക്സാമും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എക്സാം നമ്മുടെ ബേസിക് സയൻസ് ആണ്. സോ ബേസിക് സയൻസും കൂടി നമുക്ക് അടിപൊളിയാക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എക്സാം ഇൻ ദ പിക്ചർ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ അഡാപ്റ്റേഷൻ ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ദീസ് പ്ലാന്റ്സ്. അതായത് ഇവയിലെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അനുകൂലനങ്ങൾ എഴുതുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന വിത്തുകളൊക്കെ ആരുടെ വിത്തുകളാണ്? യെസ്, ഒന്നാമത് നമുക്കറിയാം നമ്മുടെ അപ്പൂപ്പന്താടിയാണല്ലേ. രണ്ടാമത് ഏതാണ്? നമ്മുടെ ബാൽസം അല്ലെങ്കിൽ കാശിത്തുമ്പ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവരൊക്കെ ഏത് രീതിയിലാണ് വിത്ത് വിതരണം നടത്തുന്നത്? അതിനുവേണ്ടി ഇവരെ സഹായിക്കുന്ന അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമ്മുടെ പാപ്പസ് അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്താടി എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത് നോക്കാം. എങ്ങനെയാണ്? യെസ്, കാറ്റിലൂടെയാണ് അല്ലേ, ത്രൂ വിൻഡ്. അതുപോലെ തന്നെ അതിന് സഹായിക്കുന്ന ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്? ലൈറ്റ് സീഡ് ആൻഡ് ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ ആൻഡ് ഓൾസോ ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്പ് ടു ഫ്ലൈ. അതായത് അതിൻ്റെ വിത്തിന് ഭാരം കുറവുണ്ട്, പിന്നെ പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ അവയ്ക്ക് കാണപ്പെടും. ഓക്കെ, ഇതാണ് നമ്മുടെ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന വിത്തുകളുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ബാൽസം അല്ലെങ്കിൽ കാശിത്തുമ്പ, അതെങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? കാറ്റിലൂടെയാണോ? അല്ല, അവ പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതരണം നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരെ സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, ദേ ഹാവ് പോട്ട്സ്. അതായത് വിത്തുകൾ ദൂരോട്ട് തെറിച്ചു പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം പോരല്ലേ, നമുക്ക് ഇതുപോലെ ഏതെല്ലാം രീതിയിലാണ് വിത്ത് വിതരണം ചെയ്യുന്നത് എന്നും അതിൻ്റെ കൂടെ തന്നെ അതിന് സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ് എന്നും നമുക്കൊന്നറിയണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന് കുറച്ച് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പൂപ്പന്താടി, പാപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ മഹാഗണി ഉണ്ട്, പിന്നെ നമ്മുടെ പൈൻ മരങ്ങളുടെ വിത്ത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പൊട്ടിത്തെറിച്ച് ബൈ ബേസ്റ്റിംഗ്, അതിനുദാഹരണമാണ് നമ്മുടെ വെണ്ട, ലേഡീസ് ഫിംഗർ ഉണ്ട്, അതുപോലെ തന്നെ റബ്ബർ, ബാൽസം. ഇനി അടുത്തത് നമുക്ക് ഏതെടുക്കാം? നമ്മുടെ വെള്ളത്തിലൂടെ ത്രൂ വാട്ടർ, ജലം വഴി നമ്മുടെ തേങ്ങ, അതുപോലെ തന്നെ കണ്ടൽ, താമര, ഇതൊക്കെ എന്താണ്? കുറച്ച് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് ത്രൂ ആനിമൽസ്, ജന്തുക്കൾ വഴി. അതിന് കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടൂലേ. നമ്മുടെ പേരയ്ക്ക്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ്? കൂടുതലായിട്ടും ഈ പറയുന്ന ബേർഡ്സിലൂടെയും ആനിമൽസിലൂടെയും ഒക്കെയാണ് വിത്ത് വിതരണം നടത്തുന്നത്. അപ്പം നിങ്ങളുടെ അസ്ത്രപ്പൂലൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്താണ്, ലവ് ഗ്രാസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്താണ്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അതിനുവേണ്ടി അവരെ സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ് എന്നും കൂടി നോക്കാം. ആനിമൽസിലൂടെ വിത്ത് വിതരണം നടത്തുന്ന വിത്തിനുണ്ടാകുന്ന സ്പെഷ്യാലിറ്റീസ് ആണ്. അവർക്ക് നല്ല ഫ്ലഷി പാർട്ടാണ്. അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ആനിമൽസിലോ അല്ലെങ്കിൽ മറ്റ് ബോഡിയിലൊക്കെ പറ്റിപ്പിടിക്കാൻ പാകത്തിനുള്ള പോട്ട്സുകൾ അല്ലെങ്കിൽ മറ്റ് പിടിക്കാൻ പാകത്തിനുള്ള ഭാഗങ്ങൾ അവർക്ക് കാണാനായിട്ട് പറ്റും. പാർട്സ് ഹാവ് ദാറ്റ് ഹെൽപ്പ് ടു ക്ലിഞ്ച് ടു അതർ തിങ്സ്. ഇനി അതുപോലെ തന്നെ എന്താണ്? വിൻഡിലൂടെ, അതായത് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന് ഉദാഹരണങ്ങളിൽ നമ്മൾ പറഞ്ഞു. അതിന് സഹായിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഭാരം കുറവും അതുപോലെ തന്നെ ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റുന്ന പാർട്സ് ഒക്കെ. ഇനി അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ആണെങ്കിൽ അത് എത്ര കാലം നമ്മൾ പറയുന്നില്ല, എന്നാൽ കുറേ കാലം അതിന് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിന് പറ്റുന്നുണ്ട്. അതായത് ഇറ്റ് ഡു നോട്ട് ഡീക്കേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അത് പൊങ്ങിക്കിടക്കും, അത് ഒരു പോയിന്റ് ആണ് കേട്ടോ. ദേ ക്യാൻ ഏബിൾ ടു ഫ്ലോട്ട് ഓൺ ദി വാട്ടർ. ഇനി അടുത്തത് ബൈ ബേസ്റ്റിംഗ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അത് ദൂരോട്ട് പോകാനുള്ള ഒരു കഴിവുള്ള വിത്തുകളായിരിക്കും അവയ്ക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. വിത്തിനുള്ള അനുകൂലനങ്ങളും വിത്ത് വിതരണത്തിൻ്റെ രീതിയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്ന പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് അറിഞ്ഞു വെക്കുക കേട്ടോ. ഓരോന്നിൻ്റെയും ഒരു 2 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കൊടുത്തിട്ടില്ലേ? യെസ്, ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചിത്രം ആദ്യം നിങ്ങളൊന്ന് നോക്കണം, നിരീക്ഷിക്കണം. എ, ബി എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റൈറ്റ് വാട്ട് എ ആൻഡ് ബി റെപ്രസെന്റ് ദ ഇമേജ്. അപ്പം എ എന്ന് പറയുന്ന ഭാഗവും ബി എന്ന് പറയുന്ന ഭാഗവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ധർമ്മം എന്താണ് എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കാട്ടെ. ഇവിടെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെന്തായിട്ടാണ് മാറുന്നത് എന്നൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഒന്ന് നോക്കിക്കേ, എ എന്ന് പറയുന്ന ഭാഗം ഏതാണ്? യെസ്, ആ ഒരു വിത്തിൽ നിന്നും ആദ്യം മുളച്ച് താഴോട്ടേക്ക് വളർന്ന് വേരായിട്ട് മാറുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഭാഗമാണ് റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം. അതെന്തായിട്ടാണ് മാറുന്നത്? അത് റൂട്ടായിട്ടാണ് മാറുന്നത്. ഇനി അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഭാഗം ഒന്ന് നോക്കിക്കേ. ബി എന്ന് പറയുന്ന ഭാഗം ഏതാണ്? യെസ്, ഈ ഒരു ഭാഗമാണ്, കട്ടിയുള്ള ഇല പോലുള്ള ഈ ഒരു ഭാഗമാണ്. ഇതായിരുന്നു നമ്മുടെ ബീജപത്രങ്ങൾ അല്ലെങ്കിൽ കോട്ടിലിടൻ എന്ന് പറയുന്നത്. അതെന്തിനാണ്
എന്തിനായിരുന്നു നമ്മളെ സഹായിക്കുന്നത്? ഈ പറയുന്ന ബീജശീർഷത്തിനും ബീജമൂലത്തിനും, അതായത് നമ്മുടെ പ്ലിമൂളിനും റാഡിക്കലിനും ഒക്കെ വേണ്ട അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ട ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു നമ്മുടെ കോട്ടിലിഡർ അല്ലെങ്കിൽ ബീജപത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പാർട്സും അവയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവയുടെ ധർമ്മം അല്ലെങ്കിൽ അവ എന്തിനൊക്കെ ആയിട്ടാണ് മാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അരുണ മിസ്സും അഖില മിസ്സും ശ്രീബാബ മിസ്സും ഒക്കെ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ പോയി കാണണം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള പഠനം സെറ്റാക്കുന്നതിന് വേണ്ടി ക്രിസ്മസ് എക്സാം ഇതാ ഈ ഒരു 23-ാം തീയതി ആകുമ്പോഴേക്കും കഴിയും. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ആനുവൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളാണ് വേണ്ടത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ സ്വന്തം എൻഗെയിം ബാച്ച് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.